അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അപ്രതീക്ഷിതമായി നീട്ടിയതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഈ തീരുമാനം കേവലം ഒരു സമാധാന താൽപര്യത്തിന്റെ പുറത്തല്ല, മറിച്ച് അതീവ സങ്കീർണമായ തന്ത്രപരമായ കണക്കുകൂട്ടലുകളുടെ ഫലമാണെന്നാണ് വ്യക്തമാകുന്നത്. ഇറാന്റെ നിശബ്ദതയും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ സൂചനകളും ട്രംപിനെ ഒരു വലിയ ചൂതാട്ടത്തിന് പ്രേരിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധത്തെക്കാൾ ഉപരിയായി സമയം വിലക്കെടുക്കാനുള്ള ട്രംപിന്റെ ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ടെഹ്റാൻ പൂർണ്ണമായും നിശബ്ദത പാലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ചർച്ചകൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അസമയത്ത് യുദ്ധം ആരംഭിക്കുകയോ ചെയ്യുന്നത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാവില്ലെന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ നീട്ടുന്നതിലൂടെ ഇറാന്റെ അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു സാവകാശമാണ് ട്രംപ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനെ ഒരു കണക്കുകൂട്ടിയുള്ള ഇടവേള എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ഭരണ നേതൃത്വത്തിനുള്ളിൽ ചില ആഭ്യന്തര ഭിന്നതകൾ രൂക്ഷമാണെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കടുത്ത സൈനിക നടപടി വേണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകളിലൂടെ ഉപരോധം നീക്കണമെന്ന് മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുന്നു. ഈ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിൽ ഇറാൻ എടുക്കുന്ന ഏത് തീരുമാനവും ദുർബലമായിരിക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഇറാന്റെ നേതൃത്വം ഒരു ഏകീകൃത നിലപാടിൽ എത്തുന്നതുവരെ കാത്തിരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത കുറഞ്ഞ ഒരു തന്ത്രമാണ്. വെടിനിർത്തൽ നീട്ടുമ്പോഴും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധവും നാവിക ഉപരോധവും പിൻവലിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇത് ശത്രുവിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് തന്നെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രമാണ്. ഉപരോധം തുടരുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനും അതേസമയം വെടിനിർത്തലിലൂടെ സൈനികമായ തിരിച്ചടികൾ ഒഴിവാക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുന്നു. സമ്മർദ്ദം ഒട്ടും കുറയ്ക്കാതെ തന്നെ നയതന്ത്രത്തിനായുള്ള വാതിലുകൾ തുറന്നിടുക എന്നതാണ് ട്രംപിന്റെ നയം. ഇറാന്റെ ആഭ്യന്തര പ്രതിസന്ധി കൂടുതൽ വഷളാകുന്നതുവരെ കാത്തിരിക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്ന് വാഷിംഗ്ടൺ കരുതുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക ശേഷി കുറയുകയും അവർ ചർച്ചകൾക്ക് കൂടുതൽ വഴങ്ങുകയും ചെയ്യും. ഈ ഒരു മാറ്റത്തിനായിട്ടാണ് ട്രംപ് ഇപ്പോൾ സമയം വാങ്ങുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചൂതാട്ടങ്ങളിൽ ഒന്നാണ്. അമേരിക്കൻ സൈന്യത്തിന് മേഖലയിൽ കൂടുതൽ വിന്യാസങ്ങൾ പൂർത്തിയാക്കാൻ ഈ സമയം ഉപകരിക്കും. മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലും കൂടുതൽ യുദ്ധവിമാനങ്ങളും മേഖലയിൽ എത്തുന്നതോടെ അമേരിക്കയുടെ ശക്തി വർദ്ധിക്കും. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണ യുദ്ധത്തിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയ ശേഷം മാത്രം ഇറാനെ നേരിടുക എന്നതാണ് ട്രംപിന്റെ പ്ലാൻ ബി. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ സമാധാനത്തിനുള്ളതല്ല, മറിച്ച് യുദ്ധത്തിനുള്ള ഒരുക്കത്തിനുള്ളതാണ്. ഇറാന്റെ നിശബ്ദത അമേരിക്കയെ ഒരു വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. എപ്പോഴാണ് ഇറാൻ പ്രതികരിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് ലഭ്യമല്ലായിരുന്നു. ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കാനാണ് ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത്. ഇത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വേഗത്തിലാക്കാനും സഹായിക്കും. ശത്രുവിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വന്തം ഭാഗം സുരക്ഷിതമാക്കുക എന്നതാണ് ഇവിടെ പ്രായോഗികമായ തന്ത്രം. നയതന്ത്രം, കാലതാമസം, ശക്തി പ്രകടനം എന്നിവ ഒരേ സമയം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും അതേസമയം സ്വന്തം സൈനിക കരുത്ത് പ്രദർശിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് ചെറിയ പ്രകോപനവും യുദ്ധത്തിനുള്ള കാരണമായി മാറ്റാൻ ട്രംപിന് കഴിയും. അതിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ ഇറാൻ ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മറിച്ചൊരു നീക്കമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും ചെയ്യും. ട്രംപിന്റെ ഈ ചൂതാട്ടം അമേരിക്കയുടെ വിദേശ നയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ഓരോ നിമിഷവും പിരിമുറുക്കം ഏറി വരുന്ന ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ഈ നീക്കത്തിന്റെ ഫലമറിയാൻ കാത്തിരിക്കുകയാണ്. ഇറാന്റെ സൈനിക നേതൃത്വം അമേരിക്കയുടെ ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് കാണുന്നത്. വെടിനിർത്തൽ നീട്ടിയത് തങ്ങളെ കുടുക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് അവർക്കറിയാം. എങ്കിലും ഉപരോധം കാരണമുള്ള സാമ്പത്തിക തകർച്ച അവരെ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുവദിക്കുന്നില്ല. ഈ ഒരു ദൗർലഭ്യമാണ് ട്രംപ് മുതലെടുക്കുന്നത്. പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്.
അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നത് ട്രംപിന് തിരിച്ചടിയായേക്കും. അതിനാൽ യുദ്ധഭീതി നിലനിർത്തിക്കൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം നൽകും. അമേരിക്കൻ ജനതയുടെ ഇടയിൽ താൻ ഒരു ശക്തനായ നേതാവാണെന്ന് വരുത്തി തീർക്കാൻ ട്രംപിന് ഇതിലൂടെ സാധിക്കുന്നു. ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമാണ്. സഖ്യകക്ഷികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഇറാനെ ഒറ്റപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമം. വെടിനിർത്തൽ നീട്ടുന്നതിലൂടെ ലഭിക്കുന്ന ഈ സമയം ഇറാന്റെ പ്രാദേശിക സ്വാധീനം ഇല്ലാതാക്കാൻ ഉപയോഗിക്കപ്പെടും. ഇത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പെട്ടെന്നുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സൈന്യം ഇപ്പോൾ സജ്ജമാണ്. എന്നാൽ അനാവശ്യമായി യുദ്ധം തുടങ്ങുന്നത് ഒഴിവാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ശത്രുവിനെ കൊണ്ട് യുദ്ധം തുടങ്ങിച്ച് അതിനു മറുപടിയായി വലിയൊരു പ്രത്യാക്രമണം നടത്തുക എന്നതാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രീതി. ഇതിനായി ശത്രുവിനെ പ്രകോപിപ്പിക്കുകയും അതേസമയം ചർച്ചയുടെ വാതിൽ തുറന്നിടുകയും ചെയ്യുന്നു. ഈ വെടിനിർത്തൽ നീട്ടൽ അന്താരാഷ്ട്ര എണ്ണ വിപണിക്കും ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. യുദ്ധഭീതി കാരണം കുതിച്ചുയർന്ന എണ്ണവില ഇപ്പോൾ താൽക്കാലികമായി ശാന്തമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ ട്രംപിന് താല്പര്യവുമുണ്ട്. എണ്ണ ഉൽപാദക രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. നയതന്ത്രജ്ഞർ പറയുന്നത് ഈ സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റി ശത്രുവിനെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കും എന്നാണ്. അമേരിക്ക അടുത്തതായി എന്തു ചെയ്യുമെന്ന് ഇറാന്റെ നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഭീതി അവരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. ശത്രുവിന്റെ മനഃശാസ്ത്രത്തെ ഉപയോഗിച്ചുള്ള യുദ്ധമാണിപ്പോൾ നടക്കുന്നത്. ഇറാന്റെ ഉള്ളിലെ ഭിന്നതകൾ ട്രംപ് ഭരണകൂടം വലിയൊരു ആയുധമായിട്ടാണ് കാണുന്നത്. ഇറാന്റെ വിപ്ലവ ഗാർഡുകളും നയതന്ത്ര ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കങ്ങൾ ഇറാന്റെ തീരുമാനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഭരണകൂടത്തിനകത്തെ കലഹം ഇറാന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ട്രംപിന്റെ ഈ തീരുമാനം ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികളെയും ബാധിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ കടുത്ത നടപടി വേണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളെ അവർ പിന്തുണയ്ക്കുകയാണ്. അമേരിക്കയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ മേഖലയിൽ തുടരുന്നുമുണ്ട്. ഇത് ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ഒരു കാലയളവിൽ ഇറാന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാകുന്നുവോ അത്രത്തോളം അമേരിക്കയുടെ വിജയം സുനിശ്ചിതമാണ്. കറൻസിയുടെ മൂല്യത്തകർച്ചയും വിലക്കയറ്റവും ഇറാന്റെ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചേക്കും. സൈനികമായ ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ ഇറാനെ കീഴടക്കാനുള്ള ട്രംപിന്റെ ഈ പ്ലാൻ അത്ഭുതകരമാണ്. എന്നാൽ ഇത് വിജയിക്കുമോ എന്നതിൽ പലർക്കും സംശയമുണ്ട്. ഇറാന്റെ സൈനിക ശേഷി ഒട്ടും കുറച്ചു കാണാൻ കഴിയുന്നതല്ല. ലോകാവസാന മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. ട്രംപിന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇറാൻ ഒരു വലിയ പ്രത്യാക്രമണത്തിന് മുതിർന്നേക്കാം എന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങൾ ഇറാൻ സ്വീകരിച്ചാൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറും. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം പുലരുമോ അതോ ഈ ഇടവേള ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ എന്നതാണ് ചോദ്യം. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനും അനുഭവിക്കേണ്ടി വരും. നയതന്ത്രം ഇപ്പോൾ ഒരു വലിയ യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ തോൽക്കുന്നവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല. വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ട്രംപിന്റെ ഈ നീക്കത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇത് ഇറാനെ വീണ്ടും ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് ചിലർ ഭയപ്പെടുന്നു. എന്നാൽ ശത്രുവിനെ സ്വന്തം കുഴിയിൽ വീഴ്ത്താനുള്ള തന്ത്രമാണിതെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ്. ഇറാന്റെ നിശബ്ദത ഒരുപക്ഷെ ഒരു വലിയ പ്ലാനിന്റെ ഭാഗമായിരിക്കാം. അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കി അപ്രതീക്ഷിതമായ ഒരിടത്ത് പ്രഹരിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ചാരയുദ്ധം ഇപ്പോൾ അതിന്റെ പരമകാഷ്ഠയിലാണ്. ഇരുപക്ഷവും പരസ്പരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയ പിഴവ് പോലും വലിയ നാശത്തിന് കാരണമാകും. നയതന്ത്രത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ജീവശ്വാസം എത്ര കാലം നിലനിൽക്കുമെന്ന് ആർക്കും അറിയില്ല. ട്രംപ് നൽകിയിരിക്കുന്ന ഈ സമയം ഇറാൻ എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ഘട്ടം. ഒരുപക്ഷെ ഇതൊരു പുതിയ കരാറിലേക്കുള്ള വഴിയാകാം, അല്ലെങ്കിൽ ചരിത്രം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പും. സാമ്പത്തിക പ്രതിരോധം സൈനിക പ്രതിരോധത്തെക്കാൾ ശക്തമാകുന്ന ഒരു കാലഘട്ടമാണിത്. ട്രംപിന്റെ ഓരോ പ്രഖ്യാപനവും വിപണികളെ ഉലയ്ക്കുന്നുണ്ട്.
ഇറാനുമായുള്ള ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കൈമാറ്റങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ അമേരിക്കയുടെ ഈ ചൂതാട്ടത്തെ ബാധിക്കും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും ട്രംപ് ഭരണകൂടം വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത്. ഇറാനെ പരിമിതപ്പെടുത്തുക, മേഖലയിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുക എന്നതാണത്. ഇതിനായി അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. വെടിനിർത്തൽ നീട്ടൽ ഈ വലിയ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോഴും യുദ്ധഭീതിയിലാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെയും ഇറാന്റെയും ഇടയിലുള്ള ഈ അധികാര വടംവലിയിൽ ബലിയാടാകുന്നത് ജനങ്ങളാണ്. സമാധാന ചർച്ചകൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും സൈനിക വിന്യാസങ്ങൾ മറ്റൊരു കഥയാണ് പറയുന്നത്. ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനം ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഭീരുത്വമല്ല, മറിച്ച് ശത്രുവിനെ കൃത്യമായി തകർക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമാണ്. പശ്ചിമേഷ്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ചൂതാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് വരും ദിവസങ്ങൾ നമുക്ക് കാട്ടിത്തരും. ട്രംപിന്റെ ഈ തന്ത്രപരമായ അനിശ്ചിതാവസ്ഥ ഇറാന്റെ കണക്കുകൂട്ടലുകളെ തകർക്കുമോ അതോ അമേരിക്കയെ തന്നെ അപകടത്തിലാക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. സമാധാനത്തിനായുള്ള പാത കനൽ വിരിച്ചതാണെങ്കിലും അത് വിജയിക്കുമെന്ന നേരിയ പ്രതീക്ഷയിലാണ് ലോകം. പശ്ചിമേഷ്യയിലെ ഈ നിഴൽ യുദ്ധം ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നീങ്ങുകയാണെന്ന് എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഈ ഇടവേള ആ സ്ഫോടനത്തെ തടയുമോ അതോ അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുമോ എന്നത് ചരിത്രത്തിന്റെ ചോദ്യമാണ്. നയതന്ത്രത്തിന് നൽകിയിരിക്കുന്ന ഈ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ ഇരുപക്ഷത്തിനും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് കഴിയൂ.